നിങ്ങൾ ഇന്ന് കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ അവരെ എടിപിടി നന്നാക്കാൻ നോക്കരുത്. ലോകത്താരും ഒരാൾ ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ നന്നായിട്ടില്ല. അതൊന്നും മനസ്സിലാക്കുക. ഒരാൾ ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ മറ്റൊരാൾ നന്നായ ചരിത്രമില്ല. നന്നായതുപോലെ അഭിനയിച്ചിട്ടേ ഉള്ളൂ. അവരഭിനയിച്ചതാ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ക്വയറ്റ് ആക്ടിങ് ആണ്. ആർക്കെങ്കിലും ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടല്ലോ അത് ആരെങ്കിലും സ്നേഹിച്ചതിന്റെ പേരിലേ ഉള്ളൂ. സ്നേഹിച്ചതിന്റെ പേരിലേ മനുഷ്യന് മാറ്റം വരും. ദേഷ്യപ്പെട്ട് നിങ്ങൾക്ക് ആരും നന്നാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മുമ്പിലുള്ള കാലത്ത് അവർ നന്നായതുപോലെ അഭിനയിക്കും. നിങ്ങൾക്ക് വേണ്ടത് അഭിനയാണോ? നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്യൂഡോ ഡിസിപ്ലിൻ ആണോ? കുട്ടികൾ വരയിൽ നിൽക്കുന്ന, ബലം പിടിച്ച് കൈകുപ്പി നിൽക്കുന്ന ആ സ്യൂഡോ ഡിസിപ്ലിൻ ആണോ വേണ്ടത്? അതോ അവരുടെ ഹൃദയത്തെ, ആത്മാവിനെ നിങ്ങൾ പരിശീലിപ്പിക്കുകയാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ടൂള് സ്നേഹത്തിന്റെയാണ്. നിങ്ങളൊന്നും ജീവിച്ച ബാല്യമോ കൗമാരമോ അല്ല ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ് ആണ് ഈ കുഞ്ഞുങ്ങൾ. ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ്. ഇതുങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം കൂടി ഇവരെ എല്ലാം ഡിസ്ട്രാക്ട് ആക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് 10 മിനിറ്റ് അടങ്ങി നിൽക്കാൻ പറ്റാത്തത് അവര് ചീത്ത പിള്ളേരായിട്ടല്ല, അത് അവരുടെ വയ്യാഴികയാണ്. അങ്ങനെ മനസ്സിലാക്കിക്കുക. അവര് സിക്കാണ്, അവര് രോഗികളാണ്. ദേ ആർ ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ് ആണ്. നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ നിന്നു. നിങ്ങളുടെ കാലത്ത് നിങ്ങൾ എവിടെ മൊബൈൽ കണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കാലത്ത് നിങ്ങൾ എവിടെ ഇത്രയും സമയം സ്ക്രീൻ അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്? വി വെർ ഫോക്കസ്ഡ്. നമുക്ക് ചെതറിപ്പോകാൻ ഒത്തിരി കാര്യങ്ങളില്ലായിരുന്നു. ഈ കുട്ടികൾ ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ്. അവര് കണ്ടതും കേട്ടതും അവരെ വല്ലാണ്ട് ചെതറിച്ച് കളയുന്നുണ്ട്. അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 10 മിനിറ്റ് കൂടുതൽ അവർക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല. അത് അലിവോട് അവരെ പിടിച്ചിട്ടിരുത്തരുത്. അപ്പൊ അതിന് അവർക്ക് പറ്റുന്ന രീതികളെ കണ്ടെത്തണം. ഐഡന്റിറ്റി ക്രൈസിസ്. നമുക്കിതുവരെ അറിയത്തില്ല എന്താണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് ചിന്തിക്കുകയാണേ, ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ്? ആർക്കാണ് എന്നെ ആവശ്യം? ഞാൻ ജീവിച്ചാൽ എന്താ, ചത്താൽ എന്താ? അതിന്റെ പേരാണ് ഐഡന്റിറ്റി. സ്വത്വ സംഘർഷം എന്ന് പറയും മലയാളത്തിൽ. നല്ല വാക്ക് പറഞ്ഞാൽ എന്തിനാണ് ഞാൻ എന്തിനിവിടെ ആവശ്യം? ഞാൻ എന്തിനു നമ്മൾ നന്നായിട്ട് ജീവിക്കടാ? അവൻ ചോദിക്കാൻ എന്തിനു നന്നായിട്ട് ജീവിക്കണം? ആരെ ബോധിപ്പിക്കാൻ നന്നായിട്ട് ജീവിക്കണത്? അത് അവന്റെ ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അത് അവനൊരു ടെൻഷനിലൂടെ കടന്നു പോവുകയാണ്. അലിവോടെ കൂടെ ഇരിക്കുക അവന്റെ കൂടെ. സമയം എടുക്കുക. ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റി ക്ഷമയാണ്, പേഷ്യൻസ്. ക്ഷമയോടെ കൂടെ ഇരിക്കുക. നമ്മുടേതുപോലെ അത്ര നല്ല കുടുംബങ്ങളിൽ നിന്നല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വരുന്നത്. അവർ പലരും വരുന്നത് അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്ക് കണ്ട് മടുത്തിട്ടായിരിക്കും. സമാധാനം അനുഭവിക്കാത്ത ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ചെറുപ്പത്തിലെ അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ മുറിവേറ്റ കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾ എടുക്കുന്ന ക്ലാസ്സിൽ ഒരു പയ്യൻ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ബഹളം വെക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മറ്റെന്തോ അവനെ വലയ്ക്കുന്നുണ്ടെന്നാണ്. അതായത് ഈ ക്ലാസ്സിൽ ഇത്ര ഉഴപ്പേണ്ട കാര്യമില്ല, അവൻ ഭയങ്കര ഉഴപ്പ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ചിന്തിക്കണം? നിങ്ങൾ ഉടനെ അവനെ തന്നെ ദേഷ്യപ്പെടുകയല്ല. നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, അവൻ എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തിലൂടെയോ അവൻ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അവനോട് സ്നേഹം കൂട്ടുക വേണ്ടത്, അവനോട് സഹതാപം, അലിവ് കൂട്ടുക വേണ്ടത്.